നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ 323 ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോരയിൽ കുളിച്ച ശരീരവുമായി പുഷ്പക വിമാനത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ് രാവണൻ. അദ്ദേഹം ആദ്യം പറഞ്ഞത് ഒരൊറ്റ നിമിഷം മതി, ഞാൻ ഇവരെയെല്ലാം കൊന്നൊടുക്കും എന്നായിരുന്നു. അതായിരുന്നു രാവണന്റെ ആദ്യത്തെ വാചകം തന്നെ. അതുകൊണ്ട് തന്നെ നിശ്ചയിച്ചുറപ്പിച്ചു വന്നതുപോലെ രാവണൻ ആദ്യം ഏറ്റവും ശക്തമായ പാശുപതാസ്ത്രം തന്നെ പ്രയോഗിച്ചു. ആകാശവും ഭൂമിയും ആ അന്തരീക്ഷമെല്ലാം അഗ്നിക്കിരയായി നിന്ന് കത്തുകയാണ്. എവിടെ നോക്കിയാലും അഗ്നി മാത്രം. യമകിങ്കരന്മാർ അഗ്നിയിൽ എരിഞ്ഞു തീർന്നു. ദേവന്മാരും യക്ഷന്മാരും ഗന്ധർവന്മാരും എല്ലാം നാല് പാടും ഭയന്നോടി. രാവണന്റെ രാക്ഷസ സൈന്യമാകട്ടെ സന്തോഷം കൊണ്ട് ആർത്തു വിളിക്കുകയാണ്. യമദേവൻ നോക്കുമ്പോൾ തൻ്റെ ആൾക്കാർ കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ശത്രുവിൻ്റെ ആൾക്കാർക്ക്, അതായത് രാവണന്റെ ആൾക്കാർക്ക് യാതൊരു കുഴപ്പവുമില്ല. രണ്ടും കൽപ്പിച്ച് അദ്ദേഹം തേരിൽ കയറി. വിജയത്തിൽ കുറഞ്ഞ് ഒന്നുമല്ല യമദേവന്റെ ലക്ഷ്യം. മൃത്യു യമദേവന്റെ തേരിന് മുമ്പിൽ നടന്നു പോവുകയാണ്. കയ്യിൽ കയറുണ്ട്. അവ മിന്നൽ പോലെ തിളങ്ങുന്നു എന്നാണ് രാമായണത്തിൽ പറയുന്നത്. മുൾത്തടി, കാലദണ്ഡ് ഇവയെല്ലാം മൃത്യു ചേർത്ത് പിടിച്ചിട്ടുണ്ട്. യമദേവനാകട്ടെ കോപം കൊണ്ട് വിറയ്ക്കുകയാണ്. യമദേവന്റെ കാലന്റെ കോപം കണ്ടിട്ട് ജനങ്ങൾ ഭയന്നോടി. രാവണന് മാത്രം യാതൊരു കുലുക്കവുമില്ല. ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു എന്ന ഭാവമാണ് രാവണന്. യമദേവൻ രാവണന് നേരെ ആയുധങ്ങൾ പ്രയോഗിച്ചു. രാവണൻ തളർന്നു, പക്ഷെ വിട്ടുകൊടുത്തില്ല. തിരിച്ചും ആയുധങ്ങൾ പ്രയോഗിച്ചു. ഈ ഉഗ്രമായ യുദ്ധം കണ്ടവരെല്ലാം പറഞ്ഞു, ഇതുപോലൊരു യുദ്ധം ഇതേവരെ നടന്നിട്ടില്ല, ഇനി നടക്കുകയുമില്ല. അത്രമാത്രം ഘോരമായ യുദ്ധമാണ് രാവണനും യമദേവനും തമ്മിൽ നടക്കുന്നത്. രാവണൻ അടുത്ത പടിയായി 100 ശരങ്ങൾ ഒരുമിച്ച് യമന് നേരെ പ്രയോഗിച്ചു. 7 ശരങ്ങൾ യമന്റെ തേരാളിക്ക് നേരെ പ്രയോഗിച്ചു. മറ്റു 100 ശരങ്ങൾ തേരിന് മുമ്പിൽ നടന്നടുക്കുകയായിരുന്ന മൃത്യുവിന് നേരെ പ്രയോഗിച്ചു. മൃത്യുവിൻ്റെ മുഖത്തു നിന്നും തീക്കാറ്റ് പുറത്തേക്ക് പ്രവഹിച്ചു. കുറേയേറെ രാക്ഷസന്മാർ ആ തീക്കാറ്റിൻ്റെ ആഘാതത്തിൽ എരിഞ്ഞടങ്ങി. ജനങ്ങളാകട്ടെ രക്ഷപ്പെടാനായി 4 പാടേക്കും ഓടി, 4 ദിക്കിലേക്കും ഓടി. മൃത്യു യമനോട് പറഞ്ഞു, എനിക്ക് അനുവാദം നൽകിയാലും ഈ രാവണനെ ഞാൻ തന്നെ തീർത്തു തരാം. യമദേവൻ മൃത്യുവിന് അനുവാദം നൽകി രാവണനെ കൊല്ലുന്നതിന്. മൃത്യു കാലന്റെ ദണ്ഡുമായി മുന്നോട്ട് നീങ്ങുകയാണ്. കാലദണ്ഡ് കൊണ്ടുള്ള പ്രഹരമേറ്റാൽ പിന്നെ ആരും തന്നെ ജീവിച്ചിരിക്കില്ല. അസഹ്യമായ ചൂട് അന്തരീക്ഷമാകെ പരന്നു. മൃത്യു ആകട്ടെ രാവണന് നേരെ കാലദണ്ഡ് പ്രയോഗിക്കാൻ പോവുകയാണ്. ഈ സമയത്ത് വലിയൊരു ഇൻ്റർഫറൻസ്, ഇടപെടലുണ്ടായി. ആരുടെയാണ്? ബ്രഹ്മാവിൻ്റെ ഇടപെടലുണ്ടായി. ബ്രഹ്മാവ് അവിടെ വരികയാണ്, പ്രത്യക്ഷപ്പെടുകയാണ്. അദ്ദേഹം പറഞ്ഞു, രാവണനെ വധിക്കാൻ ഒരു ദേവന്മാർക്കും കഴിയില്ലെന്ന് ഞാൻ അവന് വരം കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കാലദണ്ഡ് കൊണ്ട് പ്രഹരിച്ചാൽ ആരായാലും മരിക്കുമെന്ന് ഞാൻ നിനക്കും വരം തന്നിട്ടുണ്ട്. ഈ 2 കൂട്ടർക്ക് ഞാൻ വരം തന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നീ അത് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു വരം നിഷ്ഫലമായി പോവും, ഫലമില്ലാതെ ആയിപ്പോവും. അത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒന്നല്ല. രാവണനെ ആർക്ക് കൊല്ലാൻ സാധിക്കില്ലെന്ന് രാവണന് വരം കൊടുത്തിട്ടുണ്ട്. ഈ കാലദണ്ഡ് കൊണ്ട് പ്രഹരിച്ചാൽ ആരായാലും മരിച്ചു പോകും, ആരെ വേണമെങ്കിലും കൊല്ലാം എന്ന് യമദേവനും വരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വരങ്ങളുടെ കാര്യം ഓർമ്മിപ്പിച്ചിട്ട് ബ്രഹ്മാവ് തന്നെ പറഞ്ഞു, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. ഇതേ ഉള്ളൂ ഞാൻ കാണുന്ന പരിഹാരം, നീ പിന്മാറണം. മൃത്യു പിന്മാറണം, ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറണം. രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോയ മൃത്യു പിന്മാറണം, എന്നോടൊപ്പം വരണം.
സമാധാനമായി നമുക്ക് കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകാം. അങ്ങനെ മൃത്യു അത് ബ്രഹ്മാവല്ലേ പറയുന്നത്, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചു ബ്രഹ്മാവിനോടൊപ്പം ദേവലോകത്തേക്ക് പോയി അവിടെ സുഖമായി വസിച്ചു. രാവണൻ ഇതൊന്നും അറിയുന്നില്ല. രാവണൻ ചിന്തിച്ചത് എന്താണ്? രാവണനെ ഭയന്ന് മൃത്യു പിന്മാറി എന്നാണ് രാവണൻ മനസ്സിലാക്കിയത്. രാവണൻ ജയിച്ചു എന്നുള്ള ഒരു ഭാവത്തിൽ, ആ അഹന്തയിൽ തന്നെയാണ്. ആ അഹന്തയുമായി വിജയഭേരി മുഴക്കി അഹങ്കാരത്തോടുകൂടി തന്നെ പുഷ്പക വിമാനത്തിൽ തിരിച്ചു കയറി അദ്ദേഹം യാത്ര തുടരുകയാണ്. നേരെ പോയത് വാസുകിയുടെ മന്ദിരത്തിലേക്കാണ്. അവിടെ പോയി വാസുകിയെ പോരിന് വിളിച്ചു. ആ സർപ്പഗണത്തെയാകെ യുദ്ധത്തിൽ തോൽപ്പിച്ചു, അവരെ കീഴടക്കി. വീണ്ടും മുന്നോട്ട് മഹാപുരി എന്ന സ്ഥലത്തെത്തി. നിവാത കച്ചകന്മാർ എന്നറിയപ്പെടുന്ന അസുരന്മാരാണ് അവിടെ വസിക്കുന്നത്. അവരെ പോരിന് വിളിച്ചു. അവരും വില്ലാളി വീരന്മാരാണ്. അവരും വില്ലും ശരവുമൊക്കെ എടുത്ത് രാവണനെ എതിരിട്ടു. ആ സമയത്തും ബ്രഹ്മാവ് ഇടപെടുകയാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളിങ്ങനെ 1000 വർഷം യുദ്ധം ചെയ്താലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഞാൻ രാവണന് ഒരു വരം നൽകിയിട്ടുണ്ട്. ദേവൻ വിചാരിച്ചാലും അസുരൻ വിചാരിച്ചാലും രാവണനെ വധിക്കാൻ സാധിക്കുകയില്ല. നിങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ നിങ്ങൾ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തോൽവി ഉണ്ടാവുകയില്ല. അതിൻ്റെ അർത്ഥം 1000 വർഷമോ അതിൽ കൂടുതലോ ഈ യുദ്ധം നീണ്ടുപോകും എന്നുള്ളതല്ലാതെ ഇതിന് ഒരു പര്യവസാനം ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് ഒരു വഴിയേ ഉള്ളൂ. നേരത്തെ മൃത്യുവിനോട് പറഞ്ഞത് നീ പിന്മാറണം, എന്നോടൊപ്പം വരണം എന്നാണെങ്കിൽ, ഇവിടെ ഈ നിവാത അചകന്മാർ എന്ന് പറയുന്ന അസുരന്മാരോട് ബ്രഹ്മാവ് പറയുന്ന ഒരു കാര്യം ചെയ്യൂ, രാവണനുമായി സഖ്യം ചെയ്യുക, കൂട്ടുകൂടുക. അങ്ങനെ ബ്രഹ്മാവിൻ്റെ ഉപദേശം അവർ സ്വീകരിച്ചു. അങ്ങനെ രാവണനുമായി സഖ്യം ചെയ്തു. മാത്രമല്ല, രാവണൻ അവരോടൊപ്പം സുഖമായി അവിടെ 1 വർഷക്കാലം താമസിച്ചു. അങ്ങനെ 1 വർഷത്തെ വിശ്രമമൊക്കെ കഴിഞ്ഞു, യുദ്ധമൊന്നുമില്ലല്ലോ. അങ്ങനെ ആ 1 വർഷത്തെ വിശ്രമമെല്ലാം കഴിഞ്ഞപ്പം രാവണന് ചെറുതായിട്ട് മടുത്തു തുടങ്ങി. രാവണന് ഹോം സിക്നെസ് അടിച്ചു. വീട്ടിൽ പോകണം, വീടിനെക്കുറിച്ചുള്ള ചിന്തയായി, നാടിനെക്കുറിച്ചുള്ള ചിന്ത. ലങ്ക, തൻ്റെ കൊട്ടാരം, എത്ര നാളായി എവിടെ നിന്ന് വന്നിട്ട്. രാവണനെന്ന് ആലോചിച്ച് നോക്കിയപ്പം 100 മാസം കഴിഞ്ഞു ലങ്കയിൽ നിന്ന് തിരിച്ചിട്ട്. അയ്യോ, 100 മാസമായോ ഞാൻ അവിടെ നിന്ന് തിരിച്ചിട്ട്? ചുമ്മാ അതല്ല, എനിക്ക് ഇത്രമാത്രം വലിയൊരു ഒരു ഫീലിംഗ്. എനിക്ക് ആ വീടിനെ ഓർക്കുന്നു, എനിക്ക് അവിടെ തിരിച്ച് ചെല്ലാനായിട്ടുള്ള ആഗ്രഹം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് രാവണൻ അതിനുള്ള പരിപാടി തുടങ്ങി. അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? രാവണൻ തിരിച്ചു പോവുകയാണോ ലങ്കയിലേക്ക്? അതോ ഇനി വേറെ പുതിയ ആൾക്കാരെ കണ്ടുപിടിച്ച് അവരെ വെല്ലുവിളിച്ച് അവരുമായി യുദ്ധം തന്നെ തുടരാനാണോ രാവണൻ്റെ ഭാവം? അത് നമുക്കറിയാം അടുത്ത 324-ാമത്തെ ക്യാപ്സുളിൽ. അതുവരേക്കും നന്ദി, നമസ്കാരം.